മഴയോ മരങ്ങളോ ഇല്ലാത്ത ഒരു മരുഭൂമിയിൽ ചൈനീസ് ഗവൺമെന്റ് കൊണ്ടിട്ടത് ലക്ഷക്കണക്കിന് മീനുകളെയാണ്. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു മണ്ടത്തരമായി തോന്നുമെങ്കിലും സംഭവം സത്യമാണ്. ഇന്നും പ്രമുഖ ലോകരാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ചൈനയുടെ പ്രൊജക്റ്റുകളും ഡെവലപ്മെന്റും എന്നതാണ് സത്യം. അത്തരത്തിൽ ഒരു മരുഭൂമിയിൽ ചൈന നടത്തിയ ഒരു വിചിത്രമായ പ്രൊജക്റ്റും അതിൻ്റെ ഔട്ട്കമ്മുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നോർത്ത് വെസ്റ്റ് ചൈനയിലെ ഒരു പ്രവിശ്യയാണ് ക്സിൻജിയാങ്. വിശാലമായ മരുഭൂമി കൊണ്ടും കഠിനമായ കാലാവസ്ഥ കൊണ്ടും അറിയപ്പെടുന്ന പ്രദേശമാണിത്. ഈ പ്രവിശ്യയിലാണ് ടക്ലമക്കാൻ മരുഭൂമിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കഠിനമായ ചൂടും അതുപോലെ കഠിനമായ മഞ്ഞുവീഴ്ചയും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മരുഭൂമി കൂടിയാണിത്. പക്ഷേ ഇവിടെ മഴ വളരെ അപൂർവമായതിനാൽ തന്നെ തടാകങ്ങളും നദികളും മറ്റുമുണ്ടെങ്കിലും ഇതിൻ്റെ ഭൂരിഭാഗം പ്രദേശവും മരുഭൂമിയാണ് എന്നുള്ളതാണ് സത്യം. കൂടാതെ ഇവിടെയുള്ള മണ്ണെന്ന് പറയുന്നത് ഉപ്പിൻ്റെ സ്വഭാവവും ആൽക്കലിയും അടങ്ങിയതിനാൽ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു മരുഭൂമിയായിരുന്നു ഇത്. കൂടാതെ കുറച്ച് വർഷങ്ങളായി ചൈനയിൽ നേരിട്ട് കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു സീ ഫുഡിനുള്ള ക്ഷാമം. സത്യത്തിൽ ചൈനയിൽ സീ ഫുഡിന് വലിയ ഡിമാൻഡുണ്ട്. പക്ഷേ ചൈനയിലെ ട്രഡീഷണൽ കോസ്റ്റൽ ഫിഷ് ഫാമിംഗ് എല്ലാം വളരെ വലിയ പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. അതായത് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമുദ്രജലത്തിൻ്റെ താപനിലയും മറൈൻ റിസോഴ്സസിൻ്റെ അമിതമായ ചൂഷണവും പുറമെ കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം മത്സ്യങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ചു. അതിനു പുറമെ മത്സ്യങ്ങൾ ഇല്ലാത്ത കാരണത്താൽ നഷ്ടത്തിൽ പല ഫിഷറീസും അടച്ചുപൂട്ടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതിനാൽ തന്നെ ചൈനയിൽ മത്സ്യങ്ങൾക്ക് സ്വാഭാവികമായും ഡിമാൻഡ് വർദ്ധിക്കുകയായിരുന്നു. ആ സമയത്ത് ചൈനയിലുള്ള ഗവേഷകർ ചിന്തിച്ച ഒരു മാർഗമായിരുന്നു എന്തുകൊണ്ട് മരുഭൂമിയിൽ മത്സ്യകൃഷി തുടങ്ങിക്കൂടാ എന്നുള്ളത്. അതിനായി അവർ തിരഞ്ഞെടുത്തത് മുൻപേ സൂചിപ്പിച്ച ക്സിൻജിയാങ് പ്രവിശ്യയിലെ മരുഭൂമികളായിരുന്നു. കേൾക്കുമ്പോൾ നല്ല മണ്ടൻ ചിന്തയായി തോന്നുമെങ്കിലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ചിന്ത മാറിക്കിട്ടും. ക്സിൻജിയാങ്ങിലുള്ള ലവണാംശവും ആൽക്കലിയും അടങ്ങിയ മണ്ണായിരുന്നു ഗവേഷകരും ഗവൺമെൻറ്റും നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഉയർന്ന അളവിലുള്ള ഉപ്പിൻ്റെ സ്വഭാവവും ന്യൂട്രിയൻസിൻ്റെ കുറവും കാരണത്താൽ ഇവിടെ കൃഷി ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എങ്കിലും കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ക്സിൻജിയാങ് പ്രവിശ്യയിൽ മുൻപ് പറഞ്ഞതുപോലെ ടിയൻഷൻ മഞ്ഞുമലകളിൽ നിന്നും മഞ്ഞുരുകി വരുന്ന ജലം കാരണത്താലൊക്കെ അവിടെ ചിലയിടങ്ങളിലായി നദികളും തടാകങ്ങളും റിസർവോയറുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള പരമ്പരാഗത കൃഷിരീതികളിൽ ഈ വെള്ളം ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും കഠിനമായ കാലാവസ്ഥയുള്ള മരുഭൂമിയിൽ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് മീനുകളെ വളർത്തുക എന്നുള്ളത് നമ്മളെപ്പോലെ ഗവേഷകർക്കും ഒരു സംശയമുള്ള കാര്യമായിരുന്നു. പക്ഷേ അപ്പോൾ ചൈനയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന മത്സ്യക്ഷാമത്തിൽ നിന്നും രക്ഷ നേടാൻ ചൈനീസ് ഗവൺമെന്റിന് ഇത് ചെയ്യലല്ലാതെ വഴിയില്ലായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന ക്സിൻജിയാങ്ങിലെ മരുഭൂമികൾ ഒരു അക്വാകൾച്ചറൽ ഹബ്ബ് അഥവാ സമുദ്രജീവികളെ കൃഷി ചെയ്യുന്ന ഒരു മരുഭൂമിയാക്കി മാറ്റാൻ തന്നെ ഗവൺമെന്റും ഗവേഷകരും തീരുമാനിക്കുകയായിരുന്നു. അതിനായി മുൻപേ സൂചിപ്പിച്ച അവിടെയുള്ള മഞ്ഞുമലകളിൽ നിന്നും ഉരുകിയെത്തുന്ന ജലവും റിസർവോയറുകളും എന്തിന് ലവണാംശവും ആൽക്കലിയും അടങ്ങിയ മണ്ണ് വരെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ തന്നെയായിരുന്നു ഗവേഷകരുടെ പ്ലാൻ. ഇതിനുവേണ്ടിയുള്ള ഗവേഷകരുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് ക്സിൻജിയാങ്ങിലെ മുഴുവൻ ജലസ്രോതസ്സുകളെയും കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ പഠനത്തിൽ ക്സിൻജിയാങ്ങിൽ മുഴുവനായി 3 മില്യൺ ഹെക്ടേഴ്സിലധികം തടാകങ്ങൾ, പുഴകൾ, നദികൾ, കുളങ്ങൾ, റിസർവോയറുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ ഭൂരിഭാഗവും ടിയൻഷൻ മലനിരകളിലെ മഞ്ഞുപാളികളിൽ നിന്നും ഉരുകിയെത്തുന്ന ജലമായിരുന്നു. അതിനാൽ തന്നെ ആ ജലം നല്ല തണുത്തതും ക്ലീനും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ളതുമായിരുന്നു. തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്ന സാൽമൺ പോലെയുള്ള മത്സ്യങ്ങൾക്ക് അനുയോജ്യമായ താപനിലയായിരുന്നു ഈ ജലസ്രോതസ്സുകളിൽ ഉണ്ടായിരുന്നത്. കൃഷിക്ക് പോലും ഉപയോഗിക്കാതിരുന്ന ഈ റിസർവോയറുകളാണ് പിന്നീട് ഈ പദ്ധതിയുടെ അടിത്തറയായി മാറിയത്. അങ്ങനെ ഒടുവിൽ ഗവേഷകർ 2 തരത്തിൽ മീനുകളെ കൃഷി ചെയ്യാം എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. അതിൽ ഒന്നാമത്തേത് റിസർവോയറിൽ ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ നിർമ്മിച്ചുള്ള റിസർവോയർ ബേസ്ഡ് ഫിഷ് ഫാമിങ്ങും രണ്ടാമതായി ഒരു ഉപയോഗവും ഇല്ലാതെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ആർട്ടിഫിഷ്യലായി മീനുകളെ കൃഷി ചെയ്യുന്ന ഡെസേർട്ട് പോണ്ട് ഫാമിങ്ങുമായിരുന്നു അത്. ഇതിൽ ആദ്യം പറഞ്ഞ മെത്തേഡിലെ റിസർവോയറിലേക്ക് എത്തുന്നത് മഞ്ഞുമലകളിൽ നിന്നും ഉരുകിയെത്തുന്ന വെള്ളമാണെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. ഈ വലിയ റിസർവോയറിലേക്ക് ഗവേഷകർ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഫ്ലോട്ടിംഗ് കേജുകൾ ഇറക്കുകയാണ് ആദ്യമായി ചെയ്തത്. ഈ കേജുകൾ വെള്ളത്തിന്
വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും മീനുകൾക്ക് ഫ്രീ ആയി സഞ്ചരിക്കാൻ പാകത്തിന് നല്ല ആഴത്തിലുള്ള കേജുകളാണ് ഇവ. ഈ കേജുകളിലേക്ക് യങ് ആയിട്ടുള്ള മീനുകളെ ആയിരുന്നു തുറന്നു വിട്ടിരുന്നത്. അങ്ങനെ അവ ഫുൾ സൈസിലേക്ക് വളരുന്നത് വരെ മാസങ്ങളോളം ഈ ആർട്ടിഫിഷ്യൽ കേജുകൾക്കുള്ളിൽ തന്നെ വളർത്തുകയായിരുന്നു. ഇത്തരത്തിലുള്ള കേജുകളിൽ കൂടുതലായി വളർത്തിയിരുന്നത് സാൽമൺ എന്ന മത്സ്യങ്ങളെയായിരുന്നു. ഈ മത്സ്യങ്ങൾക്ക് വളരെ തണുത്ത വെള്ളത്തിലും വളരാൻ കഴിയും. കൂടാതെ ഈ മീനുകൾക്ക് ചൈനയിൽ വളരെ വലിയ മാർക്കറ്റ് വാല്യൂമാണ് ഉള്ളത്. കൂടാതെ ഇതിനുള്ളിലെ മീനുകൾക്ക് ഭക്ഷണം നൽകുന്നത് ഓട്ടോമാറ്റിക് ഫീഡിംഗ് മെഷീനുകളാണ്. അതിനാൽ തന്നെ ഇതിൽ മനുഷ്യാധ്വാനവും കുറവാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള ഡെസേർട്ട് ഫിഷ് ഫാമിംഗ് ആണ് മറ്റ് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. സത്തൻ സിൻജിയാങ്ങിലെ ടുംസുക്, അറൽ തുടങ്ങിയ പ്രദേശത്തെ മരുഭൂമികളിലാണ് ഈ മെത്തേഡ് പരീക്ഷിച്ചത്. അതിനായി ഗവേഷകർ ഈ മരുഭൂമികളിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരുപാട് കുളങ്ങൾ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഈ ആർട്ടിഫിഷ്യൽ കുളങ്ങളിൽ വെള്ളം ലീക്കില്ലാതെ സ്റ്റോർ ചെയ്യാനും ബാഷ്പീകരണം തടയാനുമൊക്കെയുള്ള ടെക്നോളജികളും ഉപയോഗിച്ചിരുന്നു. ഈ പോണ്ടുകളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ആ മരുഭൂമിയിൽ ഒരു ഉപകാരവും ഇല്ലാതിരുന്ന സലൈൻ ആൽക്കലി സോയിൽസ് ആയിരുന്നു. അതിനു മുകളിലാണ് ഈ പോണ്ടുകൾ പ്രത്യേകമായി അവർ നിർമ്മിച്ചത്. ഈ ആർട്ടിഫിഷ്യൽ പോണ്ടുകളിലേക്കുള്ള വെള്ളം ടിയൻഷൻ മഞ്ഞുമലകളിൽ നിന്നും ഉരുകിയെത്തുന്ന ജലസ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് എടുത്തിരുന്നത്. അതിനുശേഷം ഈ ശുദ്ധജലത്തിലേക്ക് അവർ മറൈൻ സാൾട്ടും പ്രോബയോട്ടിക്സും എല്ലാം ചേർത്ത് ശുദ്ധജലത്തെ കടലിലെ വെള്ളം പോലെ കൃത്യമായ രീതിയിലുള്ള ഉപ്പുവെള്ളമാക്കി മാറ്റുകയായിരുന്നു. പേൾ ജെൻഡിയൻ ഗ്രൂപ്പർ, ഞണ്ടുകൾ, ക്രേഫിഷ്, സീബാസ്, ടിലപ്പിയ, ഷ്രിംഫ്, ഷെൽഫിഷ് തുടങ്ങിയ സമുദ്രജീവികളെയായിരുന്നു ഈ ആർട്ടിഫിഷ്യൽ ഡെസേർട്ട് പോണ്ടുകളിൽ വളർത്തിയിരുന്നത്. എങ്കിലും ഇവിടെയുള്ള മത്സ്യബന്ധനത്തിന് സീസണൽ ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് മഞ്ഞുകാലത്ത് ഈ കുളങ്ങളിലേക്ക് ചെറിയ ബേബി ഫിഷുകളെ തുറന്നുവിടും. തണുപ്പാണെങ്കിലും ഇവിടെയുള്ള ഓട്ടോമേഷൻ മിഷൻസിൻ്റെ സഹായത്തോടെ ഈ കുളങ്ങളിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും മറ്റും കൃത്യമായ അളവിലായിരിക്കും. അങ്ങനെ മഞ്ഞുകാലം കഴിഞ്ഞ് അന്തരീക്ഷ താപനില കൂടുന്ന സമയത്ത് ഈ കുളങ്ങളിലെ മീനുകളെ പ്ലാസ്റ്റിക് ലൈനേഴ്സ് ഉപയോഗിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്തെടുത്ത മറ്റൊരു കുളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ കടലിലുള്ള ജലത്തിൻ്റെ അതേ അവസ്ഥയിലാണ് ചൈന ഈ മരുഭൂമിയിലും ഇതെല്ലാം സജ്ജമാക്കിയിരുന്നത്. കൂടാതെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി, ടെമ്പറേച്ചർ, ഫീഡിംഗ് ഷെഡ്യൂൾ തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമായുള്ള സെൻസറുകൾ തുടങ്ങിയവയെല്ലാം ഈ ആർട്ടിഫിഷ്യൽ കുളങ്ങളിൽ അവർ സജ്ജമാക്കിയിരുന്നു. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യമായിരിക്കും, ഇത്രയുമധികം മീനുകളെ എങ്ങനെയാണ് അവർ ഈ മരുഭൂമികളിൽ എത്തിച്ചിരുന്നത് എന്ന്. അതിനായി അവർ ഉപയോഗിച്ചിരുന്നത് എയർ ട്രാൻസ്പോർട്ടായിരുന്നു. അതായത് ഫാസ്റ്റ് ഡെലിവറി ആവശ്യമായുള്ള സെൻസിറ്റീവ് സ്പീഷീസുകളിലെ ബേബി ഫിഷുകളെ ഓക്സിജൻ ഫിൽഡ് ബാഗുകളിലാക്കി ഷെൻജിയാങ് പ്രൊവിൻസിൽ നിന്നും ഷിൻജിയാങ്ങിലെ അറൽ സിറ്റിയിലേക്ക് വിമാനത്തിലായിരുന്നു എത്തിച്ചിരുന്നത്. മറ്റു മീനുകളെ ട്രക്കുകളിലുമായിരുന്നു എത്തിച്ചത്. അതുപോലെ ഇവിടെ നിന്നും ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്ന മീനുകളെ ഐസ് ബോക്സുകളിലാക്കിയായിരുന്നു മാർക്കറ്റിലെത്തിച്ചത്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മീനുകളെയാണ് ചൈന മരുഭൂമിയിലെത്തിച്ച് വളർത്താൻ ശ്രമിച്ചത്. സത്യത്തിൽ ഈ പ്രൊജക്റ്റ് ആരംഭിച്ചത് 2023-ലാണെങ്കിലും 2017 മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചൈന ആരംഭിച്ചിരുന്നു. ഇനി നിങ്ങൾക്കറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളത് ഈ പദ്ധതി വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതായിരിക്കും. സത്യത്തിൽ അതിനുള്ള ഉത്തരം ഈ പദ്ധതി ഒരു ഗ്രേറ്റ് സക്സസ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. പദ്ധതി ആരംഭിച്ച 1 വർഷം തികയുമ്പോഴേക്കും സിൻജിയാങ് ഡെസേർട്ട് ഒരു അക്വാകൾച്ചറായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പേൾ ജെൻഡിയൻ ഗ്രൂപ്പർ എന്ന മത്സ്യവിഭാഗമായിരുന്നു ഏറ്റവും കൂടുതലായി ഈ പ്രൊജക്റ്റിൽ വളർന്നിരുന്നത്. 12,000-ഓളം ബേബി ഫിഷുകളാണ് ഈ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നത്. കൂടാതെ 6.2 ടണ്ണോളം ഗ്രൂപ്പർ ഫിഷുകളെയും ചൈന ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തു. ഈ ഗ്രൂപ്പർ മത്സ്യത്തിന് കിലോയ്ക്ക് 150 യുവാൻ, അതായത് ഏകദേശം 2000-ഓളം ഇന്ത്യൻ രൂപക്കാണ് മാർക്കറ്റിൽ വിറ്റിരുന്നത്. അതുപോലെ 7000 ടൺ സാൽമൺ ഫിഷുകളും ഇതിലൂടെ ചൈന ഉൽപ്പാദിപ്പിച്ചെടുത്തു. 1 വർഷം കൊണ്ട് 30 മില്യൺ യുവാൻ അഥവാ 35 കോടിയോളം ഇന്ത്യൻ രൂപയാണ് ചൈന ഇതിൽ നിന്ന് മാത്രം സമ്പാദിച്ചത്. കൂടാതെ ഈ പ്രൊജക്റ്റ് കാരണം ചൈനയുടെ ഓൺലൈൻ സീ ഫുഡ് സെയിൽസ് 2023-ൽ 106% ഉയർന്ന് 395 മില്യൺ യുവാൻ, അതായത് 470 കോടിയോളം രൂപയിലേക്ക് എത്തുകയായിരുന്നു. 2024-ൽ ഈ പ്രൊജക്റ്റിലൂടെ 2 ലക്ഷത്തോളം ടൺ മീനുകളെയാണ് ചൈന പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. ഇപ്പോഴും ഈ പദ്ധതി വളരെ വിജയകരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ളൊരു പദ്ധതി നമ്മുടെ രാജ്യത്തും വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.